എല്ലാവരോടും സോറി കേൾക്കണം. കാരണം വീഡിയോ വൈകിയത് അത് മനഃപൂർവ്വമല്ല, സാഹചര്യമാണ്. പിന്നെ ഞാനൊരു കോളേജ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ അതിൻ്റേതായ കുറേ തിരക്കും എന്താ പറയുക എക്സാം ഒക്കെയാണ്. പിന്നെ ഫോൺ ഹാങ് ആയി, സ്റ്റോറേജ് ഫുള്ളാണ്. ഐ എം ടോട്ടലി ബ്രോക്ക്. ഓക്കെ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടേച്ചുമായോ ലൈക്ക് ഷെയർ കമൻറ്റ് ഒന്നും മറക്കണ്ട കേട്ടോ. എണീറ്റോ? എന്നാ കുടിക്ക്, തലക്ക് നല്ല ഭാരം കാണുമല്ലോ. ജെന്നി മാത്രല്ല ബാക്കിയുള്ളതെല്ലാം തലക്ക് ഭാരം കയറി കിടക്കുന്നുണ്ട്. ഇന്നലെ എന്തായിരുന്നു എൻ്റെ പാവം വിക്ടർ മോ മാത്രം കുറച്ച് സ്വബോധം ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ കുടിക്കാത്ത കാരണം നിങ്ങളെല്ലാവരും രക്ഷപ്പെട്ടാൽ. ഓഹോ, എന്നിട്ട് നിങ്ങളുടെ സ്വബോധമുള്ള നിങ്ങളുടെ വിക്ടർ മോൻ എന്ത് ആൻറ്റി? ഇവിടെ തന്നെ ഉണ്ട് മുള. ഗുഡ് മോർണിംഗ്. നന്നായല്ലോ, ഗുഡ് മോർണിംഗ്. ഓ നേരം വെളുത്ത. ഓ തലവേദനിക്കണ്. ഓ ഇന്നലത്തെ കെട്ടിറങ്ങിയിട്ടില്ല. ആരെവിടെ ഉള്ള കോഫി തരൂ. ഓർക്ക് കോഫി വേണം പോലും. എന്നിട്ട് കെട്ടുള്ളൂ പോയി പറയടാ. എണീറ്റ പാടെ അവർക്ക് കോഫി വേണം അത്ര. മമ്മൂസേ വേണ്ട, ഞാൻ വന്ന് കുടിച്ചോണ്ട്. അതായിരിക്കും എൻ്റെ മോനിക്ക് നല്ലത് കേട്ടോടാ. നേരം വെളുത്ത തലവേദനിച്ചിട്ട് വയ്യ. മമ്മൂസേ ഒരു ഗ്ലാസ് കോഫി ദാ വരുന്ന മോളെ, ദാ കുടിച്ചോട്ടാ. ഓ എന്തൊരു സ്നേഹാണ്. അല്ലെങ്കിൽ നമ്മളെ ആർക്കും വേണ്ടല്ല. അതേടാ, ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ട. ഓ എനിക്ക് ഡൗട്ടില്ലാതില്ല നിങ്ങൾ എന്നെ തവിട് കൊടുത്ത് മേടിച്ചതാണോ എന്ന്. അങ്ങനെ അവര് മനസ്സിലാക്കി അല്ലേടി അവരെ നമുക്ക് എവിടുന്ന കിട്ടിയത്. നിങ്ങളും കൂടി എന്തൊരു കഷ്ടാണ്. നിങ്ങളും കൂടി എന്നെ തളർത്താണല്ലേ. ആയിക്കോട്ടെ പപ്പ. സാരടാ പോട്ടെ, നിന്റെ കൂടെ ഞാണ്ടല്ല. എനിക്കൊരുത്തരും കുട്ടി വേണ്ട, ഞാൻ പോവാ. പിന്നെ അപ്പൊ നിനക്ക് കോഫി വേണ്ടേടാ? അത് ശരിയാണല്ലോ, ഞാൻ കോഫി കുടിക്കാനല്ലേ വന്നേ. എന്നാ കോഫി കുടിച്ചു പോവാ. ആന്റി വിരോധമില്ലെങ്കിൽ ഒരു ഗ്ലാസ് കോഫി ഞങ്ങൾക്കും കൂടി. ആ മക്കളെ, നിങ്ങൾക്കുള്ള കോഫിയൊക്കെ ഞങ്ങളോട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പൊട്ടി കുടിച്ചോട്ടാ. ഓ അടിപൊളി കോഫി. സൂപ്പർ ആന്റി, അടിപൊളി. അതന്നെ ആന്റി പൊളി. അടിപൊളി സൂപ്പർ. വിക്ടറെ, അടുത്ത പ്ലാൻ എന്താടാ? ഇനി നിനക്കെന്നാ പോകേണ്ട ഡേറ്റ് കൺഫേം ആയ? ആടാ അത് കൺഫേം ആയിക്കണ്. ഒരാഴ്ച കൊണ്ട് ഉള്ളൂ ഞാനിവിടെ. അല്ലെങ്കിൽ ഞാൻ പോകും. ഇന്നലെ എന്ത് രസമായിരുന്നല്ലേ. കഴിഞ്ഞ പോലെ ഉണ്ട്. അതേലോ, ശരിക്കും ഇന്നലെയാണല്ലോ കഴിഞ്ഞത്. ഈ ഫാൻ ഇത് എന്തോന്നീ പറയും. അത് ഞാനൊരു ഫ്ലോ കണ്ടു. ആണോടാ കുട്ടാ, എന്തായാലും കുഴപ്പമില്ലട്ടാ. പിന്നെ വിക്ടറെ, ഇത് ചുണ്ടിന് എന്ത് പറ്റിയടാ? അതൊന്നും പറയണ്ട, നിങ്ങളൊക്കെ കാരണമാണ് എനിക്ക് ഈ അവസ്ഥ വന്നത്. ഞങ്ങൾ കാരണോ? എന്താടാ തെളിച്ച് പറ. നിങ്ങൾക്കറിയണോ, ഒരുത്തിനെ ഞാൻ കാറിൽ കയറാൻ ഏൽപ്പിച്ചതാ. അവള് വരുന്നേ ഞാൻ അവളെ കയറി പിടിക്കാറൊന്ന്. അവളൊന്നും നോക്കിയില്ല, എന്നെ പിടിച്ച് ഒറ്റ തള്ളു. ആ തള്ളു മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ചുണ്ടു പോയി ഒറ്റ ഇടി കാറിന്റെ ഡോറുമ്മ. അയ്യോ, ആരാടാ നിന്നെ തള്ളേ? ഞങ്ങൾ വല്ലാണോ? ആരായിരിക്കും നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാനായിരിക്കും. അതിനുള്ള ചാൻസ് ഇല്ല. നീ തന്നെ ഇടി ഉണ്ടൊക്കെ നീ എന്നെ തള്ളിയത്. ഇനി നിന്നൊന്നും കാണേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. ഞാനങ്ങനെ പോവല്ലേ, അതുകൊണ്ട് സോറി സ്വീകരിച്ചു. പോണം. ഒന്നിനും സമയം കിട്ടിയിട്ടില്ല. ഇനി സമയം കണ്ടെത്തി പോണം. ഇനി എന്തിനാ ലേറ്റ് ആക്കുന്ന? ഇന്ന് തന്നെ പോയിക്കോ, വെറുതെ ഇനി രാച്ചൂടിലോ. അപ്പൊ ഒന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങണം. നീ ഒറ്റക്കാണോ പോന്നേ? കൂടെ ആരെങ്കിലും വരുന്നുണ്ടോ? കൂടെ ഞാനേ ജൂലിനെ കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് ആവശ്യമുണ്ട് അവളെ കൊണ്ട്. മര്യാദക്ക് എന്റെ കൂടെ പോയിക്കോ. ഓന്റെ ചുണ്ടിന് മുറിയാക്കിയതും പോരാ. എന്നിട്ട് ശരി, ഞാൻ പോയിക്കോണ്ട്. എന്താ എന്റെ കെട്ടുള്ള മുഖത്തൊരു വിഷമം? എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. നിനക്കെന്താ? അല്ലല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞോണ്ടാണോ നിനക്ക് ഇത്ര വിഷമം തോന്നുന്നേ? നീ എന്ത് പറഞ്ഞോണ്ട്? അപ്പൊ നിനക്ക് തന്നെ അറിയാം എന്തോ ഉണ്ട് എന്നല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇനി നമ്മൾ കാണണ്ടല്ലോ, സമാധാനായി എന്നൊക്കെ പറഞ്ഞോണ്ടല്ലേ. അപ്പൊ നിനക്ക് മനസ്സിലായി കാരണം എന്താന്നല്ലേടാ കെട്ടിയോ? അത് ഞാനത് വിശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. നീ അത് സീരിയസ് ആക്കാണോ കെട്ടിയോളെ? അല്ലടാ, ശരിക്കും നിന്റെ ചുണ്ടിന് എന്താ പറ്റിയേ? അപ്പൊ നിനക്ക് ഒട്ടും ഓർമ്മയില്ല ഇന്നലെ എന്താ സംഭവിച്ചു?
ഇല്ല, എനിക്കൊന്നും ഓർമ്മയില്ല. ശരിക്കും ഞാൻ തന്നെയാണോ കാരണം? ഹാരി പൊട്ടാസേ, നീ തന്നെയാണ്. എനിക്കൊന്നും ഓർമ്മയില്ല. നീ ഇന്നലെ കുടിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് സ്ട്രോബെറി വേണമെന്ന് പറഞ്ഞതൊന്നും. ഞാനോ? സ്ട്രോബെറി വേണമെന്നോ? എനിക്ക് എന്തിൻ്റെ കേടാ സ്ട്രോബെറി തിന്നാൻ? എനിക്ക് സ്ട്രോബെറി അത്ര ഇഷ്ടമൊന്നുമല്ല. നിനക്കേ മാറിപ്പോയിട്ടുണ്ടാവട്ടെ. എനിക്ക് ഒരു മാറ്റമില്ല. ഒരുത്തി വന്നിട്ട് പറയണേ എനിക്ക് ഇപ്പോൾ സ്ട്രോബെറി വേണം, എനിക്ക് വേണം വേണം പറഞ്ഞിട്ട് ഇനി സ്ട്രോബെറി എടുത്തിട്ട് പോയി. ഓ സ്വീറ്റ്. അപ്പം ഞാൻ നിന്നോട് വന്ന് ചോദിച്ചപ്പോഴത്തേനും നീ എനിക്ക് സ്ട്രോബെറി തന്നല്ലേ? സോ സ്വീറ്റ്. താങ്ക് യു ഡാ. ആ, ഞാനൊന്നല്ല നിനക്ക് തന്നത്, നീ എൻ്റെ നിർത്തോണ്ടേതാ കള്ളത്തി. എന്നെ കള്ളത്തിനൊന്നും വിളിക്കാക്കണ്ട കേട്ടാ. ഞാൻ എപ്പോഴാണ് നിൻ്റെ സ്ട്രോബെറി വെച്ചത്? നിനക്ക് ആൾമാറിക്കാണും. ഞാനൊന്ന് ആലോചിച്ചോട്ടെ കേട്ടാ, ഇതൊക്കെ എന്താ സംഭവം എന്ന്. ആ, അതായിരിക്കും നല്ലത്. ആലോചിച്ചോ കേട്ടാ, നന്നായി കുത്തിരുന്ന് ആലോചിക്ക്. അവിടെ എത്തുന്ന വരെ ആലോചിച്ചോട്ടാ. എന്നാലും എന്തായിരിക്കും? എൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും ഓർമ്മ വന്നോ? അവ ചെറുതായിട്ട് എന്തൊക്കെയോ ഓർമ്മ വന്ന്. ചെറുതായിട്ടാണോ? ഫുള്ളായിട്ടില്ലെങ്കിൽ ഞാൻ ബാക്കി പറഞ്ഞതാടി. അയ്യോ വേണ്ടേ, ഓർമ്മിപ്പിക്കല്ലേ. ആ, ഗുഡ് ഗേൾ. വാ, സ്ഥലത്തി ഇറങ്ങ്. ഈ ചായ എന്ത് പറ്റി? ഷോക്കാണല്ലോ, എന്തേ? ആര് പറഞ്ഞേ ഞാൻ ഷോ കാണുന്നു? പോയടി. എന്നാലും എന്തുകൊണ്ടല്ലോ, ഞാൻ പോണോണ്ടാണോ? നീ പോണോണ്ട് ഞാനെന്തിനാ വിഷമിക്കണേ? ഒന്ന് പോയ പെണ്ണെ. ഞാൻ പോണോണ്ട് നിനക്കൊന്നുമില്ലല്ലോ, ഉറപ്പല്ലേ? ആ പോലെ നീ പോയി കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ട്. 3 വർഷം എത്ര ആയി നോക്കാവൂ. അടിപൊളി. ഓ, അപ്പൊ ഞാൻ പോയാലും നിങ്ങൾ ഹാപ്പിയാണ് എന്നല്ലേ? പിന്നെ അല്ല, ഞാൻ ഫുൾ ഹാപ്പി ആയിരിക്കും. പോകുന്ന ആലോചിച്ചോക്കിയേ. എന്നാലേ നിങ്ങൾ അതും ആലോചിച്ചട കുത്തിരുന്നിട്ടോ, ഞാൻ പോവാ. ആ, അലേക്കട്ടാ. പിന്നെ നീ എങ്ങോട്ടാ പോകുന്നേ? എവിടേക്കാണ്? ആ, ഞാൻ ഇങ്ങോട്ട് വരുന്ന ടൈമിൽ കിഷോർ ചേട്ടൻ മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. റിപ്ലൈ കൊടുക്കട്ടെ കേട്ടോ. കിഷോർ ചേട്ടൻ? അവിടെ നിൽക്കടി. എങ്ങോട്ടാടി പോന്നെ? കിഷോർ ചേട്ടന് മെസ്സേജ് ആക്കാൻ അല്ലാണ്ട് എന്ത് നിങ്ങൾക്കല്ല ടൈമില്ലാത്തത് എന്ന് കരുതി പോവാണോ? പോവല്ലേടോ. അതെന്താ വെച്ചായ ഞാൻ പോണ്ടേ? കൈയെടുക്കടി, കൺട്രോൾ പോണേ. ഓഹോ, നിങ്ങൾക്ക് കൺട്രോളൊക്കെ പോകും. ഒന്ന് കാണണല്ലോ എനിക്ക്. കാണോടി നിനക്ക്. കഥയിലെ ഹൂറിയോ നീ, കടൽ നടുക്കോ നിന്റെ മരതക ഗൃഹം, കരുതി വച്ചു നീ എനിക്കായി അപരിചിതപുരം. ഇവിടമോ ശരണാലയം, നീ തരും കരുണാകരം, നമ്മളെത്തിയ പവിഴദ്വീപഹൃദം. ഡി ജൂലി, നോക്കിയടി, ഇതെങ്ങനെയുണ്ട്? കൊള്ളാവോ? ആ കൊള്ളാം. ഇത് നോക്കി, ഇത് നല്ല രസമുണ്ട്. ഇത് എടുത്തോട്ടാ. ഇതെൻ്റെ ഫേവറേറ്റ് ചിപ്സാ. ഇതൊന്നും അമേരിക്ക കിട്ടൂല, അതുകൊണ്ട് ഇത് മേടിച്ചിട്ട് പോവാം അല്ലേടി? ആ, മേടിച്ചോ മേടിച്ചോ. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മളതൊന്നും മറക്കാണ്ടിരുന്നാൽ മതി. അയ്യവാ, ഇത് കൊള്ളാലോ. നോക്കി കേട്ടോനെ, ഈ ഗ്ലാസ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഒന്ന് മേടിച്ചാലാ? ഇത് നിങ്ങൾ മേടിച്ചോ, എൻ്റെ ഓർമ്മക്ക്. ഒന്ന് പോയടി പെണ്ണെ, നല്ലത് വട്ടാണ്. വട്ടോ? എനിക്കാണോ വട്ട്? എനിക്കാണോ വട്ടെന്ന്? എനിക്കിതിപ്പോൾ വേണം. മേടിക്കൊന്നും ഇല്ലേ? ജൂലി കിട്ടൂലേ? നിനക്കൊരു പ്രശ്നമില്ല, നിനക്കൊന്നുമില്ല, പേടിക്കണ്ട കേട്ടാ. ഹലോ, എക്സ്ക്യൂസ് മീ. ഏതവനാണത്? ജോൺ, നീയോ? ഹാ, ജോണി, നീയോ? നീ എന്താടാ ഇവിടെ? ആടോ, ഞാൻ ചുമ്മാ പർച്ചേസിന് ഇറങ്ങിയതാ. താനെന്താടോ ഇവിടെ? ഇവൻ വന്നത് എന്തായാലും നന്നായി. വിക്ടറിനൊരു പണി കൊടുക്കാം, അല്ല? ഇവൾ ഇതിന് മാത്രം എന്താ ആലോചിക്കണേ? ഇനി എനിക്കിട്ട് പണിയാൻ വല്ലതും ആലോചിക്കണവോ? എന്താണ് രണ്ടുപേരും നല്ല ആലോചനയാണല്ലോ. എന്താണ് ഇവിടെ ഞാൻ നിൽക്കണമല്ലോ, അറിയണ്ടോ? ആ, അതൊന്നുമില്ലടാ. ഹാ ജോണി, എന്നിട്ട് നീ ഡ്രസ്സ് വല്ലതും എടുത്തോ? ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാടാ. ഹോ, അപ്പോൾ അതാണല്ലേ മോളെ നിന്റെ പ്ലാന്, എന്നെ ജലസടിപ്പിക്കാൻ? ഇപ്പോൾ ആരെ ജലസാവണമെന്ന് നീ കണ്ടു. ശരിക്കും നീ എന്നെ ഹെൽപ്പ് ചെയ്യോ? എന്നാ വായോ, എനിക്ക് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. ആടാ വായോ, നമുക്ക് പോയി സെലക്ട് ചെയ്യാം. ആ ജെയിംസേ, നീ മുത്താടാ മുത്ത്, നീ വിളിക്കാൻ കണ്ട നേരം. ആ, ആയത് നാൻസിയോ? എനിക്കൊരു കോൾ ഉണ്ട് കേട്ടോ, നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ. നാൻസിയോ? നാൻസി തന്നെ ഇവനെ വിളിക്കുന്നു. ഹലോ നാൻസി, എൻ്റെ ഇടി വിളിച്ചേ. ഓ, തേൻ ഒഴുകാണല്ലോ നാൻസിയിൽ. താൻ എന്താടോ അലിക്കുന്നേ? വന്നേ, വാ ഇങ്ങോട്ട് വാ, നമുക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാം.
ആ നീ കൈ വിട്, ഞാൻ അതാ വരുന്നു. അവന് എന്ത് ധൈര്യമായിട്ടാ അതിന്റെ കെട്ടോളം കൈ കയറി പിടിച്ചേ. ഉണ്ടക്കണ്ണം തുറച്ച് നോക്കണമില്ല കടുവ. ഇടാ ജോണ, ഈ ഡ്രസ് എങ്ങനെയുണ്ട്? ആടോ കൊള്ളാം, ഈ ഡ്രസ് തനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടോ? എന്താ രണ്ടിന്റെ ഒഴിപ്പില് ഇപ്പൊ കാണിച്ചു തരാം മോളെ ഞാൻ ആരാമോ. ഹായ് മിയ, താനെന്താണോ ഇവിടെ? മിയയോ? അവളെന്താ? ഹായ് വിക്ടർ, ഹായ് ജൂലി, നിങ്ങളെന്താ ഇവിടെ? പർച്ചേസിന് വന്നതാണോ? ആടാ ഞാൻ പോവല്ലേ, അതിന്റെ ഒരു പർച്ചേസിനായിട്ട് വന്നതാണ്. ആടാ ഞാൻ അറിഞ്ഞായിരുന്നു. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഡാ. പിന്നെ താനിപ്പോ ഫ്രീ ആണോ? ഇവൻ എന്തിനാ ഇവള് ഫ്രീ ആണെന്നൊക്കെ അന്വേഷിക്കണം? ഡോ ജോലി, താൻ എന്താടോ അങ്ങനെ ആലോചിക്കുന്നേ? ഇത് നോക്കിയത് കൊള്ളാമോ? ആടാ ജോണെ, അത് കൊള്ളാം, അതെടുത്തു. ആടാ ഫ്രീ ആവണമെങ്കിൽ ഞാൻ ഫ്രീ ആവാം, എനിക്ക് കുഴപ്പമില്ല. എന്തേടാ? എന്നാ താനൊന്ന് ഈ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? അതിനെന്താടാ, ഞാൻ ഹെൽപ്പ് ചെയ്യാലോ, എനിക്ക് സന്തോഷമുള്ളൂ. എടാ ഇവിടെ വേറെ ഷോപ്പുകളുണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോയാലോ? അവൾക്ക് സന്തോഷമുള്ളൂ അത്രേ. എന്നാ വാടോ മിയ, നമുക്ക് അപ്പുറത്തെ ഷോപ്പിലോട്ട് പോവാം. ഡാ ജൂലി, നീ അവനായിട്ട് പർച്ചേസ് ചെയ്തോട്ടോ. ഡാ നീ സീരിയസ് ആയിട്ടാണോ? ഹാടി ബുദ്ധുസേ, ഞങ്ങള് പോവാണേ. നീ പേടിക്കണ്ട ജൂലി, ഞാൻ വിക്ടറെ നന്നായി നോക്കിക്കോളാം. അവന് ഒരു കുഴപ്പമുണ്ടാക്കില്ല കേട്ടാ. ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകും. അപ്പോൾ രണ്ടും കൽപ്പിച്ചാണ്. ആ രണ്ടും കൽപ്പിച്ച് തന്നെ. ഡാ വായോ മിയ, പോവാം. ഏത് നേരത്താണോ കർത്താവ് എനിക്ക് പൂത്തി തോന്നിയത്. ഇതിപ്പോൾ വടി കൊടുത്ത് അടി വാങ്ങിയ അവസ്ഥ. അങ്ങനെയാണെങ്കിൽ ജോണെ, നമുക്ക് സിനിമക്ക് പോയാലോ? സിനിമക്കോ? എന്താ ഞാൻ എപ്പോഴേ റെഡി, വാ പോവാം. സിനിമക്കോ? സിനിമക്കോ അതൊന്നും പറ്റത്തില്ല ജൂലി, അതൊന്നും പറ്റത്തില്ല കേട്ടാ. ഞാൻ സമ്മതിക്കത്തില്ല. എന്താ പത്? ഓഹോ, അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? അപ്പോൾ നീ സിനിമക്ക് പോവല്ലേ? എന്നാ നീ പൊക്കോട്ടാ. ഇവരെന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയണേ? മിയ, താൻ ഇന്ന് ഫ്രീ ആണല്ലേ പറഞ്ഞേ? ഇന്ന് നീ എൻ്റെ കൂടെ. വിക്ടറെ, നിന്റെ കൂടെ? ഒന്നുമില്ല, ഇന്ന് മൊത്തം എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ തനിക്ക്? ഓഹോ, അപ്പൊ തന്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നില്ലടാ കള്ളക്കടുവേ, തനിക്ക് തരാം. വിക്ടർ, എനിക്ക് സമ്മതം. നീ കെട്ടിയോളെ, നീ ഉരുകാന്ന് എനിക്ക് അറിയാടി. എനിക്കെന്തിനെങ്ങനെ സങ്കടം വരുന്നേ? തെറ്റ് ഞാനല്ലേ ചെയ്തേ? ഈ ജോലി കരയല്ലേ? ഡോ ജോലി, താനെന്തിനാടോ എനിക്ക് അറിയുന്നേ? ഞാൻ കരഞ്ഞതല്ല, എന്റെ കണ്ണില് കൈ കൊണ്ടപ്പോഴേ കണ്ണിന് വെള്ളം വന്നത്, അല്ലാണ്ട് ഒന്നുമില്ലടാ. അപ്പൊ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, എന്നാ നമുക്ക് പോവാം. ജൂലി, നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? എന്നാ ഞാനും വിക്ടർ കണ്ട് പോവാണേ. ശരി എന്നാ, ബായ്. ഓക്കേടാ, ശരി എന്നാ, ബായ്. വിക്ടറെ, എന്നാ നമുക്ക് പോവാല്ലേ? പപ്പ, എന്താ പപ്പ? ഞങ്ങളിപ്പോൾ തന്നെ വരാം. ഓക്കെ ബൈ. കള്ളക്കടവ് എത്ര പെട്ടെന്നാ പ്ലാൻ ഇട്ടേ. എന്ത് പറ്റി വിക്ടർ? വല്ല അത്യാവശ്യ കോളായിരുന്നു? ആടോ മിയ, പപ്പയെ വിളിച്ചേ, ഞങ്ങളോട് വേഗം അവിടെ എത്താൻ പറഞ്ഞു വീട്ടില്. എന്തോ അത്യാവശ്യം ഉണ്ട് അത്രേ. സോറിയടോ, നമുക്ക് നെക്സ്റ്റ് ടൈം പോവാടോ. ഓക്കെ? അതൊന്നും ഒരു കുഴപ്പമില്ല വിക്ടർ. പിന്നെ താനീയുടെ ഓഫർ വെച്ചത് തന്നെ എന്തോ ഒരു ഭാഗ്യമാണ്. അതൊക്കെ പറയാം. പിന്നെ എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ചതായിരിക്കും. നിങ്ങൾ ചെല്ല് വേഗം. ഓക്കേടാ, താങ്ക്സ് ഡാ. എന്നാ ജോലി പോകാം. എന്നാ ജോണെ, നമുക്ക് പിന്നെ കാണാവേ. ഞങ്ങൾ പോട്ടെ, എന്തോ അത്യാവശ്യം ഉണ്ട് തോന്നുന്നു. ഓക്കേടാ, താമ്പക്കോ, നമുക്ക് പിന്നെ കാണാം. എനിക്കിപ്പോൾ കമ്പനിക്ക് മീ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ബായ്. സോഫി, നീ എത്തിയോ? എത്തിയോ? പൊടി കോഴി, നിന്റെ കെട്ടിയോന്. അല്ല പിന്നെ അത് പൊടിയാണ്. അതേലോ, ഞാൻ എന്റെ കെട്ടിയോനെ തന്നെ വിളിച്ചു. ആണോ? എന്റെ കൊച്ചി എന്നെ തന്നെയാണോ വിളിച്ചേ? അല്ലാതെ പറ, ഞാൻ ഇതുവരെ വേറെ ഒരിക്കലും പ്രേമിക്കാനൊന്നും പോയിട്ടില്ലേ. അതെന്താടി പൂച്ചക്കുട്ടി നീ അങ്ങനെ പറഞ്ഞേ? അതൊന്നുമില്ല, എന്താണ് വന്നപ്പോ മുതലൊരു ശോകം ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. എന്താ പറയാനെന്നൊക്കെ പറഞ്ഞു? എന്താ? ഞാൻ ശോകമൊന്നുമല്ലല്ലോ. നിന്നോട് ആര് പറഞ്ഞു? എന്നോട് ആരും പറഞ്ഞില്ലേ? കണ്ടപ്പോ പിന്നെ വരുമ്പോ കൊടുത്തില്ല. ആണെന്താ പുതിയ ആപ്പിളെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന പോലെ സാധനം കൊടുത്തില്ലേന്നൊക്കെ ചോദിക്കാനി? ഓ ഇല്ലല്ലേ, അയ്യോ എന്റെ പൂച്ചക്കുട്ടി വിഷമായോ? ഇക്ക് വിഷമൊന്നായില്ല, ഒന്ന് പോയിക്കായിരുന്നു. പിന്നെ ഇതിന് കുഞ്ഞു കാര്യത്തിനൊക്കെ വിഷമിക്കാൻ ഞാൻ എന്താ കുഞ്ഞു? നീ എനിക്ക് എപ്പോഴും കുഞ്ഞു കുട്ടി തന്നെയാണ് കേട്ടോടി. പൂച്ചക്കുട്ടിയായിരുന്ന ചോക്ലേറ്റ്. താങ്ക്സ്. പിന്നെ ഞാൻ ആരും പൂച്ചക്കുട്ടിയൊന്നല്ല കേട്ടാ. ഓഹോ, നീ അത്രക്കായോ? നീ ആരും പൂച്ചക്കുട്ടിയല്ല? ഓ, ഞാൻ ഇനിയൊന്നും പറയണില്ലേ. അതെന്താടി നിനക്കൊന്നും പറയാനില്ലാത്ത? ഒന്നുമില്ല, വെറുതെ നമ്മള് തല്ലുകൂടണ്ടാ. ശരിയാ, ഇനി കുറച്ച് വർഷത്തിന് ഇങ്ങനെ തല്ലുകൂടാനൊന്നും പറ്റൂലല്ലോ. അതെന്താ നിങ്ങൾ അങ്ങനെ വർത്താനം? ഞാൻ പറയുമ്പോ മര്യാദയോട് വന്നേക്കണം. കർത്താവിനറിയാ, പറ്റിയാ വരാ. അല്ലാണ്ട് എന്താ ചെയ്യാ, ബിസിനസ് ഒക്കെ ആയിട്ട് ഞാൻ ഫുള്ള് തിരക്കാം. അതൊക്കെ എനിക്കറിയാം, ബിസിനസ് ആയുള്ള പ്രശ്നമൊക്കെ. എന്റെ പപ്പയും ബിസിനസ്മാനൊക്കെ തന്നെയാണ്. സമാധാനായി, ഒരു ബുദ്ധിയുള്ളതിനാണല്ലോ കിട്ടിയത്. നിങ്ങൾ തിരിച്ചു പോണത് കോഴിത്തരം കാട്ടലാണെങ്കിൽ നിങ്ങൾ പോണ്ടട്ടാ. ഞാൻ എന്റെ കോഴ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഒരു അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാൻ ആയി ഞാൻ അറിഞ്ഞില്ലെങ്കിൽ നിനക്ക് തോന്നുന്നുണ്ടോടി ഞാൻ അങ്ങനെ ചെയ്യുമെന്ന്? ഞാൻ അത്രക്കറിഞ്ഞില്ലേ? എന്താ അഭിനയം
പറയാത്തത്? പറ. കാരണം എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം. ഓ, അതുകൊണ്ടാ നിനക്ക് എന്നെ നന്നായിട്ട് അറിയാം? ഉറപ്പാ? അതിന് നിങ്ങൾ ഞാൻ അടുത്തോട്ട് ഇങ്ങനെ വരുന്നേ? ഇല്ല, ചുമ്മാ. പിന്നെ നീ എതിരെങ്ങനെ ടെൻഷൻ ആവണേ? ഞാനൊന്നും ടെൻഷനായില്ല. എനിക്ക് തോന്നിയതാ. എനിക്ക് തോന്നിയതാ? അതിന് നീ എന്തിനാടി ഇങ്ങനെ വിയർക്കുന്നേ? ഞാൻ വിയർക്കുന്നൊന്നുമില്ല. പിന്നെ നീ എന്തിനാ അടുത്തോട്ട് വരുന്നേ? ഇല്ലേടി, നീ വിയർക്കുന്നില്ല. ഇപ്പൊ കാലാവസ്ഥയല്ലേ, നല്ല ചൂടാ. കാലാവസ്ഥയുടെ ചൂട് മാത്രമേ ഉള്ളൂ. എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ വേണ്ടി? എന്റെ പൂച്ചക്കുട്ടിയെ, ഐ ലവ് യു. ഇതിനായിരുന്നു ഞാൻ കരുതി. നീ എന്താ കരുതിയേ? പറ. ഞാനൊന്നും കരുതിയിട്ടില്ലേ. എന്നാ തിരിച്ച് ഐ ലവ് യു എന്ന് പറ. ഒന്ന് ആലോചിക്കണോട്ടാ. അതെന്താടി നിനക്ക് ഇത്ര മാത്രം ആലോചിക്കാന്? തിരിച്ചു പറയടി ഐ ലവ് യു എന്ന്. ഞാൻ ഒന്നുകൂടി ഒന്ന് ആലോചിക്കട്ടെ. എടി 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 നിന്നെ ഞാൻ. നീ എന്ത് ചെയ്യാടാ കോഴിക്കുട്ടിയെ? നീ ഇവിടെ കോഴിക്കുട്ടി നിന്നെ കൂടെ പറയിപ്പിക്കോടി. അവിടെ നിൽക്ക്. ഇനിപ്പാ ഐ ലവ് യു എന്ന് പറ. കേക്കട്ടെ, ഞാൻ കേക്കട്ടെ. എന്റെ കോഴിച്ചായ, ഐ ലവ് യു, ഐ ലവ് യു. എടി ജോലി, നീ അത് വിടടി. നീ എന്താ അതിനെ ഇങ്ങനെ ആലോചിച്ചിരിക്കല്ലേ? എന്നാലും ഞാൻ ചെയ്തതൊക്കെ ഓർക്കുമ്പോ ഞാൻ കാരണമല്ല അത്. അത് നീ എന്നെ ജലസടിപ്പിക്കാൻ നോക്കി, ഞാനും തിരിച്ച് അതേ നാണയത്തിലിട്ട് തന്നു. അത്രയല്ലേ ഉള്ളൂ. എന്നാലും നീ എന്തിനാ അവളോട് അങ്ങനെ പറഞ്ഞേ? എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. നീ ഇവിടെ നോക്കിയേ, എന്റെ മുഖത്തോട്ട് നോക്ക്. ഇല്ല, ഞാൻ നോക്കൂല. നീ നോക്കുന്നോ അതോ ഞാൻ? എടി ബുദ്ധൂസേ, നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനല്ലേ ഇത്രയും കള്ളം പറഞ്ഞ് ഞാൻ നിന്നെ പുറത്തു വിടുന്നത്? ആണോ? എന്തേ, നിനക്ക് വല്ല ഡൗട്ടുണ്ടോ? അല്ലാന്ന് തോന്നാൻ? ഇല്ല. സത്യം പറഞ്ഞ ഞാനാണ് നിന്നോട് പിണങ്ങിയിരിക്കേണ്ടത് അല്ലേടി കെട്ടിയോളെ? അതെന്നിങ്ങനെ വീണ്ടും പറയല്ല. നീ എന്നോട് പിണങ്ങിയൊക്കെ സഹിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് അവൻ നിന്റെ കൈ കയറി പിടിച്ചല്ലോ. അപ്പൊ എനിക്ക് ശരിക്കും ഞാൻ കണ്ടായിരുന്നു രണ്ട് ഉണ്ടക്കണ്ണ് തുറച്ച് നോക്കണതിട്ടാ. സ്ഥലം അറിഞ്ഞ എന്തായാലും തരാളതാ. സ്ഥലം എത്തിയോ? എന്തോ? അതോ ഞാനോ? അപ്പൊ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ. പിന്നെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ.